ഇന്നൊരു KFC കഥയായാലോ? മക്കൾ രണ്ടാളും സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞപ്പം അവരുടെ മുടി വെട്ടണമെന്ന് തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചപ്പം പിന്നെ ആ തീരുമാനം വന്നെത്തിയത് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കൂടെ കഴിച്ചിട്ട് പോരാം എന്നുള്ളതിലായിരുന്നു. അപ്പോൾ പൊന്നൂസ് ഒരുപാട് നാളായിട്ട് പറയുന്നുണ്ട് KFC കഴിക്കണമെന്ന്. അപ്പോൾ നമ്മുടെ പിറവത്ത് KFC വന്നിട്ടുണ്ടല്ലോ, എന്നാൽ പിന്നെ അവിടെ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കഴിച്ചിട്ട് ആ വഴി നമുക്ക് മുടിയും വെട്ടിയിട്ട് പോവാം എന്നുള്ള തീരുമാനത്തിലായിരുന്നു. ആദ്യം തന്നെ നമ്മൾ KFCയിലെത്തി. അവിടെ വന്നെത്തിയപ്പം എന്തോ കാരണത്താൽ എൻ്റെ അച്ചൂട്ടൻ എന്നോട് പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ. അതിന് പിന്നെ ഇണങ്ങാനും പിണങ്ങാനും പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കണ്ണടച്ച് തുറക്കും പോലെയാണ് ഇണങ്ങുന്നതും പിണങ്ങുന്നതും. അങ്ങനെ എന്നോട് പിണങ്ങി മാറിപ്പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പം ഓടി ഏട്ടൻ്റെ അടുത്തോട്ട് പോയി അവിടെ നിൽക്കായിരുന്നു. അവിടെ നിന്ന് എനിക്ക് ഹായ് ഒക്കെ തന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഏട്ടൻ ഫുഡൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നു. അങ്ങനെ നമ്മൾ 4 ആളും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അച്ചൂട്ടിന് പിന്നെ ലെഗ് പീസ് കിട്ടിയപ്പോൾ പിണക്കൊക്കെ മാറി നല്ല പുഞ്ചിരിയൊക്കെ ഉണ്ട് മുഖത്ത്. അങ്ങനെ കുറേ നേരം നമ്മൾ കഥയൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ ആസ്വദിച്ച് അവിടെ ഇരുന്ന് കഴിച്ച് അങ്ങനെ അങ്ങിരുന്നു കേട്ടോ. അപ്പം കുറേ നാൾ കൂടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. പ്രത്യേകിച്ചും ഏട്ടൻ നാട്ടിലില്ലാത്തത് കൊണ്ട് ഏട്ടൻ വരുന്ന സമയമാണ് നമുക്കിങ്ങനെയുള്ള സുവർണ്ണ അവസരങ്ങളൊക്കെ കിട്ടുന്നത് കേട്ടോ. അപ്പം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഏട്ടനൊരു ജംഗ്ഷൻ വരെയാണ് പോകുന്നതെങ്കിലും ഞങ്ങൾ 4 ആളും കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പം നമ്മളിപ്പം ഓരോ നിമിഷവും ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പം നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ ഏകദേശം സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഇനിയിപ്പം മുടി നാളെ കൊണ്ടുപോയി വെട്ടിക്കാം എന്നുള്ള തീരുമാനത്തിലെത്തി. കാരണം എനിക്ക് വീട്ടിൽ വന്നിട്ട് നാളെ സ്കൂളിൽ വിടണമല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. ബാക്കി വിശേഷമായിട്ട് നാളെ വരാം കേട്ടോ.